ജിത്തുവേട്ടൻ പുറത്തു പോകാൻ പോവാണോ? വൈകിട്ട് ചായ കൂടി കഴിഞ്ഞ് കുളിച്ച് വേഷം മാറി ഇറങ്ങുന്നവനെ കാണി മടിച്ച് മടിച്ച് നീതി തിരക്കി. അതെ, കുഞ്ഞിയുടെ ഏട്ടന്റെ ഷോപ്പ് നാളെ മുതൽ പ്രവർത്തനം തുടങ്ങാൻ പോലെ. അപ്പോൾ ആളിനെ സഹായിക്കാൻ ഒന്ന് അങ്ങോട്ട് പോകാമെന്ന് വെച്ചും തലമുടി കോതി ഒതുക്കി ചീപ്പ് മാറ്റിവെച്ച് പെർഫ്യൂം കയ്യിലെടുത്തുകൊണ്ട് അഭി പറഞ്ഞു. അല്ല, നീ എന്താ പുറത്ത് പോകുവാണോ എന്ന് ചോദിച്ചേ. എന്തെങ്കിലും വാങ്ങാനുണ്ടോ? പെർഫ്യൂം ബോട്ടിൽ തിരികെ വെച്ചുകൊണ്ട് അഭി ചോദിച്ചു. ഇല്ല, ഒന്നും വാങ്ങാനൊന്നുമില്ല. പിന്നെ അവളുടെ മടിച്ചുള്ള നിൽപ്പും മറുപടിയും കാണി അഭി ചോദിച്ചു. ഇന്ന് എന്നെ കാണാൻ വേണ്ടി മനുവേട്ടൻ വന്നിരുന്നു. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു നിവി. എന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ശ്വാസം ഒന്ന് വലിച്ചു വിട്ടു. അവളുടെ ആ മനുവേട്ടൻ എന്ന പറച്ചിൽ കേട്ട് കലി വന്നെങ്കിലും ആ ശ്വാസം വലിച്ചു വിട്ടിട്ടുള്ള നിൽപ്പ് കാണെ ചിരിയും വന്നു. നിന്നെ കാണാനോ? എന്തിന്? അഭി മെല്ലെ ചോദിച്ചു. മാപ്പ് പറയാൻ, കഴിഞ്ഞതൊക്കെ ക്ഷമിക്കണമെന്ന് പറയാൻ. മാപ്പ് പറയാഞ്ഞിട്ട് അയാൾക്ക് ഉറക്കില്ലെന്ന് പറയാൻ. പിന്നെ പിന്നെ ഈ ജന്മം അയാൾ എന്നെ ജിത്തുവേട്ടന് വിട്ടു തരുവാണ്. അടുത്ത ജന്മം അയാൾ എന്നെ സ്വന്തമാക്കുമെന്ന്. അങ്ങനെ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. തന്നെ ഉറ്റുനോക്കി നിൽക്കുന്നവനോട് പറഞ്ഞു കഴിഞ്ഞതും വല്ലാത്തൊരു ആശ്വാസം തോന്നി നിവിക്ക്. അവൾ പറഞ്ഞു കേട്ട് നിന്നവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞെങ്കിലും അത് പുറത്ത് കാണിക്കാതെ പുഞ്ചിരിയോടെ തന്നെ നിന്നു അഭി. ഈ ജന്മം ഏട്ടന്റെ കുഞ്ഞി ഈ അഭിജിത്തിൻ്റെതാണ്. ഇനി അടുത്ത ജന്മം അങ്ങനെ ഞാനോ മനുവോ എന്നൊരവസ്ഥ വന്നാൽ നിവി എന്ത് തീരുമാനിക്കും? ചുണ്ടിലെ ചിരി മായാതെ അവളുടെ കണ്ണുകളിലെ ആഴങ്ങളിലേക്ക് നോക്കി ആർദ്രമായി ചോദിച്ചു അഭി. അവന്റെ നിൽപ്പും വശ്യമായ നോട്ടം, ആർദ്രമായ ചോദ്യം, ഇതൊക്കെ നിവിയെ തളർത്തി. അവൾ കണ്ണിമ ചിമ്മാതെ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന് പോയി. പറയ് നിവി, ഏട്ടന്റെ കുഞ്ഞി ആരെ തിരഞ്ഞെടുക്കും? ഈ തവണ അഭി ചോദിക്കുമ്പോൾ പിന്നിലേക്ക് നീങ്ങി ചുമരിൽ ചാരി നിന്ന് പോയി നിവി. ചിത്തുവേട്ടാ. അവന്റെ ആ നോട്ടം നേരിടാനാവാതെ വിറയലോടെ വിളിച്ചു നിവി. ഞാൻ ചോദിച്ചതിന് മറുപടി പറയും നിവി. നീ ആരെ തെരഞ്ഞെടുക്കും? മനുവോ അഭിയോ? അവൾക്ക് ഇരുവശവും ചുമരിൽ കൈ കുത്തിന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവന്റെ മുഖവും ദേഹവും അവളിലേക്ക് കൂടുതലടുത്തു. ചിത്തുവേട്ടന് അറിയില്ലേ ഞാൻ ആരെ സ്വീകരിക്കുമെന്ന്? അവന്റെ മുഖത്ത് നോക്കാനാവാതെ, ആ കണ്ണുകൾ നിറയുന്ന പ്രണയം താങ്ങാനാവാതെ ആ പെണ്ണ് ചോദിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുത്തു. എന്റെ തോന്നൽ ശരിയാണോ എന്നറിയണ്ടേ? അതിന് ഏട്ടന്റെ കുഞ്ഞ് തുറന്നു പറയണം. പറയില്ലേ? അവളുടെ കുനിഞ്ഞുപോയ മുഖം താഴ്ത്തുമ്പിൽ പിടിച്ച് മെല്ലെ എന്ന് ഉയർത്തിക്കൊണ്ടാണ് അഭി ചോദിച്ചത്. എനിക്ക് അവൾ അവന്റെ മുഖത്തെ ആകാംക്ഷയിലേക്ക് ഒരിക്കൽ കൂടെ നോക്കി. ചെറുങ്ങനെ ചിരിക്കുന്നെങ്കിലും തന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് ആ കണ്ണുകൾ പറയുന്നുണ്ട്. പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട കേട്ടോ. അവൾ പറയില്ലെന്ന് തോന്നിയ നിമിഷം അവളുടെ കവിളിൽ തട്ടി പറഞ്ഞിട്ട് അഭി തിരിഞ്ഞു. ചിത്തുവേട്ടാ. തിരിഞ്ഞു പോയവനെ പിന്നിൽ നിന്നും പുണർന്നുകൊണ്ട് വിളിച്ചു നിവി. അവൾ ആ പ്രവൃത്തിയിൽ അഭിയുടെ ചുണ്ടുകൾ മനോഹരമായി വിടർന്നു പോയി. വയറിലൂടെ ചുറ്റിപ്പിടിച്ച് ലോക്കിട്ട അവളുടെ കൈകളിലേക്ക് വിടർന്ന ചീറ്റയുടെ മുഖം താഴ്ത്തി അവനൊന്ന് നോക്കി. എനിക്ക് ആരെയാണ് ഇഷ്ടമെന്ന് ജിത്തുവേട്ടൻ അറിയില്ലേ? അറിയാത്ത പ്രായത്തിൽ ആത്മഹത്യ നാടകം നടത്തി പീഡിപ്പിച്ച് നേടുന്നത് പ്രണയല്ലെന്ന് ഇപ്പം എനിക്കറിയാം. എനിക്ക് ഈ ജന്മം മാത്രമല്ല, ഇനിയുള്ള 7 ജന്മങ്ങളിലും എൻ്റെ ജിത്തുവേട്ടൻ്റെ നിവി ആയാൽ മതി. ജിത്തുവേട്ടൻ്റെ മാത്രം നിവി. വിങ്ങി പറഞ്ഞുകൊണ്ട് അവൾ ഒരു നിമിഷം അവന്റെ മുതുകിൽ മുഖം അമർത്തി നിന്നു. ശരിക്കും അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് പിടിവിട്ട് പോകാതെ മുന്നിലേക്ക് നിർത്തി ആ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പതിഞ്ഞ ശബ്ദത്തിൽ തിരക്കി അഭി. ശരിക്കും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ചിത്തുവേട്ടനെ. അവനെ തട്ടി മാറ്റി പുറത്തേക്ക് ഓടുന്നതിനിടയിൽ പെണ്ണ് നാണത്തോടെ വിളിച്ചു പറഞ്ഞു. നിവി നിൽക്ക്. അവനവളെ പിടിക്കാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇല്ല, ചിത്തുവേട്ടൻ വേഗം ഷോപ്പിലേക്ക് ചെല്ല് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഓടി പോകുന്നത് കാണാൻ ചിരിയോടെ തലയിൽ നിന്ന് കുടഞ്ഞു അഭി. നല്ല വേദനയുണ്ടോ പ്രവി? ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന പ്രവീണിന്റെ വേദന കൊണ്ട് ചുവന്ന മുഖം കണ്ട് വൈഷ്ണവി ചോദിച്ചു. ആ മോൻ വല്ലാത്ത ചവിട്ടാണ് ചവിട്ടിയത്. ഒരു തുള്ളി മൂത്രം പോകാൻ മരണവേദന സഹിക്കണം. എല്ലാം ഒന്ന് ശരിയായി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. കൊടുക്കുന്നുണ്ട് അവനും അവന്റെ പെങ്ങൾക്ക് നല്ല കനത്തിൽ. അരയ്ക്ക് താഴെ ഓടിയാത്ത കൈ കൊണ്ട് താങ്ങി പിടിച്ച് മെല്ലെ നടന്നു വന്ന് ബെഡിൽ ഇരുന്നുകൊണ്ട് പല്ല് കടിച്ചു പിടിച്ചു. വേദന സഹിച്ച് അവൻ പറഞ്ഞു. കൊടുക്കണം. ഇനിയൊന്നും തിരിഞ്ഞതും പിരിഞ്ഞതും നോക്കണ്ട. ആദ്യം കൊടുക്കേണ്ടത് നിന്റെ ഭാര്യയ്ക്കാണ്. പറയുമ്പോൾ ആര്യോടുള്ള ഇഷ്ടക്കേട് വൈഷ്ണവിയുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നു. അതവൾ എൻ്റെ മോളെ കൊണ്ട് ആ വീട് വിട്ടു പോയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചു വെച്ചതാണ്. അത് അവൾക്ക് ഞാൻ കൃത്യസമയത്ത് തന്നെ കൊടുക്കും. ആര്യോടുള്ള ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ പ്രവീൺ പറഞ്ഞു. ഇതുവരെ നീ ചെയ്ത എന്ത് കാര്യങ്ങളായാലും ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിനക്കൊപ്പം നിന്നിട്ടുണ്ട് പ്രവി. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞില്ലേ ആർക്കുള്ളത് നീ കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉപദ്രവിക്കാൻ അവൾ എന്ത് തെറ്റാണ് ചെയ്തത്? അവരെ കേട്ടിരുന്ന മുരളി എന്തോ ഒരു അസ്വസ്ഥതയോടെ തിരക്കി. ഭർത്താവ് ഉപേക്ഷിച്ച് കളഞ്ഞ സുന്ദരിയായ പെണ്ണിനോട് വല്ലാത്തൊരു ചായവാണല്ലോ പ്രവീൺ നിന്റെ ഫ്രണ്ടിന്.
അതുപോലെ വല്ലാണ്ടങ്ങ് നല്ലവനാകാൻ നോക്കുന്നത് പോലെ. വല്ലാത്തൊരു ചിരിയുടെ മുരളിയെ നോക്കിയിട്ട് പ്രവീണിനോട് പറഞ്ഞു വൈഷ്ണവി. പ്രവി ഒന്നും മിണ്ടാതെ മുഖമുയർത്തി മുരളി എന്ന് നോക്കി. ആര്യയുടെ കാര്യത്തിൽ ഭർത്താവ് ഉപേക്ഷിച്ചു എന്നല്ലല്ലോ വൈഷ്ണവി പറയേണ്ടത്, ഭർത്താവിനെ അവളായിട്ട് ഉപേക്ഷിച്ചു എന്നാണ്. പിന്നെ എന്റെ ചൈവിന്റെ കാര്യം, ഞാൻ അന്നും ഇന്നും എന്നും ഇവന്റെ ഫ്രണ്ടാണ്. എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചു മാറിപ്പോകുന്ന ഇവന്റെ ഭാര്യയായ ആ പെൺകുട്ടിയോട് എനിക്കെന്നും ബഹുമാനം മാത്രമേ തോന്നിയിട്ടുള്ളൂ. അതുപോലെ ഞാൻ ഒരിക്കലും നല്ലവനല്ല, ആരുമിനെ നല്ലതായിട്ട് കാണുകയും വേണ്ട. പക്ഷേ എനിക്ക് വേണ്ടി കാത്തിരിക്കാൻ അമ്മയെ ഭാര്യയില്ല. എന്റെ പ്രവൃത്തി അതെന്തായാലും വേദനിക്കാൻ എനിക്കാരുമില്ല. രണ്ടാളെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞിട്ട് വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി മുരളി. ഇവൻ ആളത്ര ശരിയല്ലെന്ന് തോന്നല പ്രവി. ആര്യയുടെ എന്തോ ഒരു നിർത്ത് വൈഷു. ആര്യയെ കുറ്റം പറയണം നീ ആയിട്ടില്ല. അവളെയും ആ ഇറങ്ങിപ്പോയവനെയും എനിക്ക് നന്നായിട്ടറിയാം. ഒരു കിതപ്പോടെ പ്രവീൺ പറഞ്ഞു. ഓ, ഭാര്യയോട് എന്താ സ്നേഹം? ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാ മറ്റു പെണ്ണുങ്ങളെ തേടിപ്പോയത് പ്രവി? അതോ അവൾക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ കഴിവില്ലാത്തത് കൊണ്ടാണോ? നിർത്തടി പന്നമോളെ. വൈഷ്ണവി പറഞ്ഞു നിർത്തിയതും അലറിക്കൊണ്ട് പ്രവീൺ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചെങ്കിലും സഹിക്കാനാവാത്ത വേദനയിൽ ബെഡിലേക്ക് തന്നെ വീണു അവൻ. വെറുതെ വല്ല കാര്യം ഉണ്ടായിരുന്നു പ്രവി ചാടി എഴുന്നേൽക്കാൻ? ഇപ്പൊ നീ തല്ലാൻ ചാടി വന്ന ഞാനല്ലേ ഉള്ളൂ നിന്റെ സഹായത്തിന്. അവനെ നേരെ പിടിച്ച് കിടത്തി തലോടിക്കൊണ്ട് വൈഷ്ണവി ചോദിച്ചു. പ്ലീസ് വൈഷു, ഒന്ന് നിർത്ത്, എനിക്ക് വേദന സഹിക്കാൻ വയ്യ. കണ്ണുകൾ മുറുക്കി അടിച്ച് കഠിനമായ വേദനയിൽ പുളഞ്ഞുകൊണ്ട് പറഞ്ഞു പ്രവീൺ. എങ്ങനെയുണ്ട് ചേച്ചി? ബില്ലിംഗ് ഒക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലേ? ഞാൻ സഹായിക്കണോ ചേച്ചി? ഷോപ്പിലെ ആദ്യ ദിവസം രാവിലെ അങ്ങോട്ട് വന്ന അഞ്ജുവും നിവിയും അവിടെ ഇവിടെയൊക്കെ കറങ്ങി നടന്നിട്ട് ആര്യക്കരികിൽ വന്നിരുന്ന് തിരക്കി. വേണ്ടടാ, എന്റെ നിവിക്കുട്ടിയുടെ ഏട്ടൻ കുറച്ചൊക്കെ പറഞ്ഞു തന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്നിപ്പോ വലിയ തിരക്കൊന്നും ഇല്ലല്ലോ. കുഞ്ഞൊരു ചിരിയുടെ ആര്യ പറഞ്ഞു. അത് മതി, എന്ത് സംശയം ഉണ്ടെങ്കിലും എന്റെ ഏട്ടനോട് ചോദിച്ചാൽ മതി. എന്റെ ഏട്ടൻ ദേഷ്യപ്പെടുകയൊന്നുമില്ല. ഇനി ദേഷ്യം കാണിച്ചാ എന്നോട് പറഞ്ഞാൽ മതി. ചിരിയും അക്ഷരം ഒക്കെ നിവി പറഞ്ഞു. കുഞ്ഞേ. അകത്തെ റൂമിലിരുന്ന നിരഞ്ജൻ അല്പം മുറക്ക് വിളിച്ചു. എന്താ ഏട്ടാ? നിവി ഓടി ഏട്ടന്റെ അടുത്തേക്ക് വന്നു. വാ ഇവിടെ. നിരഞ്ജൻ വലത് കൈ അവൾക്ക് നേരെ നീട്ടി പറഞ്ഞു. അവന്റെ മുഖത്തെ ഗൗരവം കാണി നിവി ഒന്ന് പതുങ്ങി. മുൻപ് താൻ ഒരിടത്തും മടങ്ങിയിരിക്കാതെ ഇതുപോലെ ഷോപ്പിൽ വന്ന് ഓടിച്ചാടി നടക്കുമ്പോൾ അതേ ഗൗരവം. എന്താ ഏട്ടാ? പാവം പോലെ അവിടെ കിടന്നൊരു കസാരയിലേക്ക് ഇരുന്നുകൊണ്ട് നിവി ചോദിച്ചു. ആര് ജോലി ചെയ്യുന്നിട്ട് കുഞ്ഞിക്ക് എന്താ വർത്തമാനം? അവൾക്ക് അടുത്തേക്ക് ആഞ്ഞിരുന്നുകൊണ്ട് നിരഞ്ജൻ ചോദിച്ചു. ചേച്ചിക്ക് എന്റെ ഹെൽപ്പ് എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചാണ്. പാവല്ലേ എന്റെ ചേച്ചി. ആര് ഇരിക്കുന്നിടത്തേക്ക് ഒന്ന് എത്തി നോക്കാൻ ശ്രമിച്ചുകൊണ്ട് നിവി പറഞ്ഞു. പാവാണോ? ഏട്ടൻ്റെ ഈ കുഞ്ഞേക്കൾ പാവാണോ? അവളുടെ മുഖത്ത് വീണ് കിടക്കുന്ന കുഞ്ഞു മുടിയിഴകളെ മാടി ഒതുക്കിക്കൊണ്ട് വാത്സല്യത്തോടെ ചോദിച്ചു നിരഞ്ഞ്. പിന്നല്ലാതെ ചേച്ചി മാത്രമല്ല, ആൻറ്റി, അഞ്ജു, വേദോട്ടി, എൻ്റെ ജീത്തുവേട്ടൻ എല്ലാവരും പാവാണ്. ചിരിയോടെ നിവി പറയെ അവളെ നിഷ്കളങ്കമായ മുഖത്തേക്ക് അരുമയോടെ നോക്കിയിരുന്നു നിരഞ്ജൻ. അളിയ, ഇപ്പം എന്താ പ്രശ്നം? എന്തിനിപ്പോ വെപ്രാളം കാണിച്ച് വീട്ടിലേക്ക് പോകുന്നത്? നിരഞ്ജന്റെ ഗൗരവം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ ചോദിച്ചു അബി. എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ പ്രശ്നമോ ഉണ്ടായിട്ടില്ല അബി. നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഉമ്മറത്തുനിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് തൻ്റെ കൂടെ ഇറങ്ങി വന്ന അബിയോട് വളരെ ഒച്ച താഴ്ത്തിയാണ് നിരഞ്ജൻ അത് പറഞ്ഞത്. അളിയ, ഞാൻ പറഞ്ഞത് സത്യമല്ല അബി. 2 പെൺകുട്ടികളുള്ളൊരു വീട്ടിൽ ഞാൻ ഒരുപാട് ദിവസം ഇങ്ങനെ നിൽക്കുന്നത് ശരിയല്ല. ഞാൻ കാണും അവർക്കൊരു പേരുദോഷം ഉണ്ടാവുന്നത് എനിക്ക് സഹിക്കില്ല. നിരഞ്ജൻ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി പറഞ്ഞു. അങ്ങനെ പേരുദോഷമൊന്നും ഉണ്ടാവില്ല അളിയ. അല്ലെങ്കിൽ തന്നെ ഞാൻ തെറ്റ് ചെയ്തിട്ടാണോ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞ് കേസും കൂട്ടവും ഒക്കെ ആയത്? അതുപോലെ എൻ്റെ ആര്യയുടെ ജീവിതം ഇങ്ങനെ എങ്ങും എത്താതെ പോയത്? ഞങ്ങളത് വേദൂട്ടിക്ക് പ്രവീണിനെ പോലെ ഒരച്ഛനുണ്ടായത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് ഓർത്തിട്ടാണ് ഉടനെ ഇവിടുന്ന് പോകുന്നതെങ്കിൽ അത് വേണ്ട. അത് മാത്രമല്ല, ദേ നിങ്ങളുടെ കുഞ്ഞി കണ്ണ് നിറച്ച് വെച്ചുകൊണ്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അവൾ നിങ്ങളെ എങ്ങനെ വിടുമെന്ന് എനിക്ക് തോന്നില്ല. മുഖവും വീർപ്പിച്ച് കണ്ണും നിറച്ച് ഉമ്മറപ്പടിയിൽ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്ന നിവിയെ കാണിച്ചു കൊടുത്തിട്ട് അബി പറഞ്ഞത്. അവൾ കുഞ്ഞാണ് അബി, അവൾക്കിതൊന്നും പറഞ്ഞ് മനസ്സിലാവണമെന്നില്ല. അവളോട് ഞാൻ സാവധാനം പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ഇപ്പോൾ ഇത്തിരി പിണക്കമൊക്കെ കാണിക്കാം. ഞാൻ ഇച്ചിരി ഗൗരവത്തോടെ നിന്നാൽ അവൾ അനുസരിച്ചോളും. അല്ലെങ്കിൽ എത്ര കാലം നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കാൻ പറ്റും? എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിക്കണ്ടേ? നിറഞ്ഞുപോയ കണ്ണുകളാൽ നിവിയെ തിരിഞ്ഞു നോക്കി ചെറു പുഞ്ചിരിയോടെയാണ് നിരഞ്ജൻ പറഞ്ഞത്. എന്നാലും ഉടനെ പോണോ എന്നാണ് ആളിനൊന്നുകൂടെ ആലോചിക്കുക. ഇവിടെ എല്ലാവർക്കും വിഷമമാകും. അതിലേറ്റവും കൂടുതൽ വിഷമം നിവിക്കാവും. നേരത്തെ നിവിയുടെ മുഖത്ത് കണ്ട സങ്കടം ആലോചിച്ചിട്ട് അബി വിഷമത്തിൽ പറഞ്ഞു. എൻ്റെ കുഞ്ഞിയുടെ ഈ സങ്കടമൊക്കെ പതിയെ മാറും അബി. ഞാൻ അവളെ പൊതിഞ്ഞു പിടിച്ച് വളർത്തി കുഞ്ചിച്ചുകൊണ്ട് നടന്നതൊന്നും സ്വയം ചെയ്യാൻ അറിയാതെ
തീരുമാനങ്ങൾ എടുക്കാൻ അറിയത് വളർത്തി വഷളാക്കിയെന്ന് എപ്പോഴും മാമ പരിഭവം പറയുമായിരുന്നു. അന്ന് എനിക്കും അത് സത്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ മുന്നിൽ അവൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിലും ആവശ്യമുള്ള സമയത്ത് ബോൾഡ് ആവാനും തീരുമാനങ്ങൾ എടുക്കാനും സ്നേഹിക്കുന്നവരെ ഏതവസ്ഥയിലും ചേർത്ത് പിടിക്കാനും ഒരിക്കൽ വെറുത്തവരെ പിന്നീട് ഒരിക്കലും സ്നേഹിക്കോ വിശ്വസിക്കോ ചെയ്യാതെ ഇരിക്കാനും ഒക്കെ അവൾക്കറിയാം. മനുവിനോട് അവൾ പറഞ്ഞ മറുപടി അഞ്ചു പറഞ്ഞറിഞ്ഞ് ഓർത്തെടുത്ത് നിരഞ്ജൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അതെനിക്ക് നല്ലോണം അറിയാൻ വളിയോ. നിവിയുടെ സ്നേഹം, പ്രണയം, തന്നോട് തൻ്റെ വീട്ടുകാരോടുമുള്ള കരുതൽ, അതൊക്കെ ഓർത്ത് മനോഹരമായി പുഞ്ചിരിയോടെ അഭി പറഞ്ഞു. ഏട്ടന് ഒറ്റയ്ക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കും രാത്രിയിൽ? ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? നിരഞ്ജനപ്പം മാംഗല്യത്തിലേക്ക് വന്ന് നിവി തിരികെ പോകാൻ നേരം സങ്കടം കടിച്ചു പിടിച്ച് തിരക്കി. നിവി, താൻ വിഷമിക്കണ്ട. എനിക്ക് ആഹാരം ഉണ്ടാക്കാനും വീട് വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട് വരുന്ന അമ്മയെ നിരഞ്ജന് കൊടുത്തേക്കാം. നാളെ രാവിലെ ഞാൻ പോകും മുൻപ് ശാരദമ്മ ഇവിടെ കൊണ്ടുവന്ന് നിവിടെ ഏട്ടനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടേ പോകും. നിരഞ്ജൻ ഇങ്ങോട്ട് പോരുന്നെന്ന് അറിഞ്ഞു വന്ന വിനയ് നിവിടെ സങ്കടം കാണേ പറഞ്ഞു. അപ്പോ ഡോക്ടർക്കാരാ ഫുഡ് ഉണ്ടാക്കി തരിക? നിവി മുഖം തിരിച്ച് വിനയെ നോക്കി. അതിപ്പോ എന്റെ കല്യാണം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പെണ്ണിന്റെ കൂടെ അവളുടെ വീട്ടിലേക്ക് പോകും. അവിടെയും വേറെ ആരും ഇല്ലല്ലോ. നാളെ ഞാൻ വീട്ടിലേക്ക് പോകും, പിന്നെ കല്യാണം കഴിഞ്ഞേ ഇങ്ങോട്ടുള്ളൂ. ഇന്നിപ്പോ കല്യാണം വിളിക്കാൻ കൂടെ കണക്കാക്കിയാണ് ഞാൻ വന്നത്. ഞാൻ മാത്രമല്ല, കനീമിപ്പോ എത്തും. അവളും നാളെ മുതൽ ലീവാണ്. അവരെ പോലെ പരസ്പരം അത്രയേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ തനിക്കും ഇതുപോലെ ഒരു കുഞ്ഞിപ്പെങ്ങൾ ഇല്ലാതെ പോയില്ലേ എന്ന് ഓർത്തുകൊണ്ട് തന്നെ നിവിയുടെ വിടർന്ന കണ്ണുകളിലെ സന്തോഷത്തിലേക്ക് നോക്കി പറഞ്ഞു വിനയ്. അപ്പോൾ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു, ലെറ്ററൊക്കെ സെറ്റാക്കിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. ചുമ്മാതെയല്ല, 2 ദിവസമായി ഇങ്ങോട്ട് കാണാത്തത്. കൊച്ചു കള്ളൻ. ഡോക്ടറെ പുണർന്നുകൊണ്ട് സച്ചി പറഞ്ഞു. എത്ര വർഷമായി ഞങ്ങൾ കാത്തിരിക്കുന്ന ദിവസമാണെന്നറിയോ? കനികൂടെ വന്നിട്ട് എല്ലാവരെയും വീടുകളിൽ വന്ന് ഔപചാരികമായി ക്ഷണിക്കുന്നുണ്ട് ഞാൻ. സന്തോഷം നിറഞ്ഞ ചിരിയോടെ തിളങ്ങുന്ന കണ്ണുകളോടെ വിനയ് പറഞ്ഞു. അവന്റെ നല്ല മനസ്സിന് എന്നും നല്ലൊരു ജീവിതം തന്നെ കിട്ടാൻ എല്ലാവരും മനസ്സ് നിറഞ്ഞു തന്നെ അനുഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രവി, നാളെ ഡിസ്ചാർജ് പറഞ്ഞിട്ട് നിന്റെ മുഖത്തെന്താ ഒരു സന്തോഷമില്ലാത്തത്? മുരളി വാങ്ങിക്കൊണ്ടുവന്ന ചോറ് പ്ലേറ്റിലേക്ക് പകർത്തിനിടയിൽ വൈഷ്ണവി തിരക്കി. എങ്ങോട്ട് പോകുന്ന ഓർത്ത് സന്തോഷിക്കണം ഞാൻ. ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെ കിടന്നിട്ട് അച്ഛനൊരു വാക്ക് പോലും എന്നെ വിളിച്ച് അന്വേഷിച്ചിട്ടില്ല. അന്ന് ഇറങ്ങിപ്പോകാൻ മുഖത്ത് നോക്കിയാണ് പറഞ്ഞത്. അങ്ങനെയുള്ളപ്പോ ഇനി എങ്ങനെ ആ വീട്ടിലേക്ക് കയറി ചെല്ലും? അല്പം കനത്തിൽ തന്നെ പറഞ്ഞു പ്രവീൺ. നിന്റെ ദേഷ്യം കണ്ടാ തോന്നും ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചെന്ന്. ഞാൻ നാവതും പറഞ്ഞതല്ലേ പിന്നൊരു ദിവസം വരാമെന്ന്. എന്നിട്ട് കേൾക്കാതെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞുകൊണ്ട് അവൾ പ്ലേറ്റ് അവന് നേരെ നീട്ടി. ഒരാൾ മാത്രമല്ല, 2 ആളും തിരിച്ചു ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയണ്ട, മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കാൻ നോക്ക്. പല്ല് കടിച്ചുകൊണ്ട് പ്രവീൺ എന്തോ പറയാൻ വന്നത് തുടങ്ങും മുൻപ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന മുരളി 2 ആളോടുമായി പറഞ്ഞു. അല്ലെങ്കിലും ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പഴയ ഓഫീസിൽ ഇനി എനിക്ക് ജോലി ചെയ്യാൻ പറ്റില്ല. അവിടെ ആകെ നാണക്കടയും. കയറി പോകാനൊരു വീടില്ല. സ്വന്തം എന്ന് പറയാനുണ്ടായിരുന്നതൊക്കെ കയ്യിൽ നിന്ന് ഊർന്നുപോയ അവസ്ഥ. എന്ത് ചെയ്യണം, മുന്നോട്ട് എങ്ങനെ ജീവിക്കണം എന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നിരാശയുടെ പറഞ്ഞു പ്രവീൺ. എടാ, നിന്റെ കയ്യിലിരുന്ന മാണിക്യത്തിന്റെ വില നിനക്ക് അറിയാതെ പോയി. നിന്റെ ഭാഗ്യവും ആ പെൺകൊച്ചായിരുന്നു. ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതിന്റെ കാല് പിടിച്ച് കൂടെ നിർത്താതെ ആ കുട്ടി എന്തോ തെറ്റ് ചെയ്ത പോലെ വാശി കാണിച്ച് ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിട്ട് കൊടുത്തല്ലോ. അല്ലെങ്കിലും നല്ലതാർക്കോ അറിയില്ലെന്ന് പറഞ്ഞതുപോലെയാണ്. ബൈസ്റ്റാൻഡ് ബെഡിലേക്ക് ഇരുന്നുകൊണ്ട് മുരളി പുച്ഛത്തോടെ പറഞ്ഞു. ഒന്ന് നിർത്താമോ ആര്യപുരാണം? ഞാനും പ്രവിയും ഒക്കെ മോശക്കാരും അവളും വലിയ പുണ്യാളത്തിയും തന്നെയാണ്, സമ്മതിച്ചു. നീ കഴിക്കാൻ നോക്ക് പ്രവി, നിന്റെ ഫ്രണ്ട് പലതും പറയും. വൈഷ്ണവി കലിയുടെ മുരളിക്ക് പറഞ്ഞിട്ട് ചോറ് കുഴിച്ച പ്രവീണിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ശേ, അങ്ങനെ പറയാതെ വൈശുട്ടി, നിങ്ങൾ മാത്രമല്ല പിഴകൾ, ആ കൂടെ ഞാനും ഉണ്ട്. വൈഷ്ണവിയെ നോക്കി കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് മുരളിയും പറഞ്ഞു. എനിക്ക് മതി വൈഷു. 1-2 പിടി ചോറ് കഴിച്ചപ്പോഴേക്കും മടുത്തുപോയ പ്രവീൺ അവളുടെ കൈ തട്ടി മാറ്റി പറഞ്ഞു. ഒട്ടും കഴിച്ചില്ലല്ലോ പ്രവീ, വിശപ്പില്ല. വൈഷ്ണവി ഒന്ന് നോക്കപ്പോലും ചെയ്യാതെ പ്രവീൺ പറഞ്ഞു. എടാ, ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നതാണ്, ആഹാരം കഴിക്കാതെ എങ്ങനെയാടാ? ഇരുന്നിടത്തുനിന്നും എഴുന്നേറ്റ് വന്ന മുരളി അവന്റെ അരയിൽ ഇരുന്നിട്ട് ചോദിച്ചു. കഴിക്കാൻ തോന്നാഞ്ഞിട്ടാണ് മുരളി. പിന്നെ നീ എനിക്കൊരു വീട് സംഘടിപ്പിച്ചു തരണം. ഇനി അച്ഛൻ്റെ മുന്നിലേക്ക് പോകാൻ വയ്യ. വല്ലായ്മ നിറഞ്ഞിരുന്ന നോട്ടത്തോടെ പ്രവീൺ പറഞ്ഞു. ഇന്നലെ വരെയും വലിയ കുഴപ്പമൊന്നുമില്ലാതെ എല്ലാവരോടും വാശിയോടെ ഇരുന്ന പ്രവീണിന് ഇപ്പൊ എന്താണ് ആകെ ഒരു മാറ്റം? തളർച്ചയോ വിഷമമോ ഒക്കെ അവന്റെ ഭാവങ്ങളിൽ തോന്നുന്നത് എന്ന് ഓർത്തുകൊണ്ട് മുരളി അയാൾ പറഞ്ഞതിന് തലയാട്ടി. പിറ്റേന്ന് രാവിലെ നിരഞ്ജൻ ഷോപ്പിലേക്ക് പോകാൻ ഇറങ്ങും മുൻപ് തന്നെ വിനയും കനിയും കൂടെ അവിടെ വീട്ടിലേക്ക് പോകും വഴി ശാരദാമ്മയെ കൊണ്ടുവന്ന് നിരഞ്ജനെ ഏൽപ്പിച്ചു. ദാ പിടിച്ചോ, ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ശാരദാമ്മ, ഇനി മുതൽ നിന്റെയും. ആ അമ്മയുടെ കൈ പിടിച്ച് നിരഞ്ജന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തിട്ട് വിനയ് പറഞ്ഞു. അമ്മ, അമ്മയുടെ വീട് ഇവിടെ അടുത്താണോ? നന്നെ വെളുത്ത നിറത്തിൽ തടിച്ച ശരീരപ്രകൃതമുള്ള സുന്ദരിയായ 60 വയസ്സൊക്കെ പ്രായം വരുന്ന ആ അമ്മയെ നോക്കി നിരഞ്ജൻ മെല്ലെ ചോദിച്ചു.
ഇവിടുന്ന് കുറച്ച് ദൂരെയാണ് മോനെ വീട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവധിയെടുത്ത് പോകുമൊന്നുമില്ല. ഇവിടെ എൻ്റെ ആവശ്യമില്ലെന്ന് വരുമ്പോൾ മറ്റെവിടെയെങ്കിലും ജോലി ഒപ്പിച്ച് തന്നാൽ മതി, ഞാൻ പൊയ്ക്കോളാം. ചെറുചീരിയോടെ ആ അമ്മ പറഞ്ഞു. നിരഞ്ജൻ അതിന് മറുപടിയൊന്നും പറയാതെ വെറുതെ എന്ന് തലയാട്ടിയതേയുള്ളൂ. അമ്മ വരും, ഞാൻ അമ്മയ്ക്കുള്ള മുറിയും അടുക്കളയും ഒക്കെ കാണിച്ചു തരാം. നിരഞ്ജൻ അവിടെ ബാഗ് കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. അയ്യോ, ബാഗ് ഞാൻ എടുത്തോളാം കുഞ്ഞെ. അവർ പെട്ടെന്ന് പറഞ്ഞിട്ട് ബാഗ് വാങ്ങിച്ചെടുക്കാൻ നോക്കി. അതൊക്കെ ഞാൻ എടുത്തോളാം, അമ്മ വായോ. നിരഞ്ജൻ മുന്നിലും ശാരദാമ്മ പിന്നിലുമായിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി.